ചലച്ചിത്ര പ്രേമികളുടെ മനസ്സിൽ എന്നും മായാതെ നിൽക്കുന്ന കലാമൂല്യമുള്ള സിനിമകളിലൊന്നാണ് സിബി മലയിൽ സംവിധാനം ചെയ്ത് മോഹൻലാൽ നൃത്തവിസ്മയമായി മാറിയ കമലദളം. സിനിമാ പ്രേമികളെ ഇന്നും ഹരം കൊള്ളിക്കുന്ന കമലദളം ഇനി ഒരിക്കലും സാധ്യമാകാത്ത ഒരു കൂട്ടുകെട്ടിൽ പിറന്ന ചിത്രമാണ്. സിബി ലോഹി ലാൽ കൂട്ടുകെട്ടിൽ പിറന്ന ചിത്രം. മമ്മൂട്ടിക്കും ഇതിലൊരു കണക്ഷനുണ്ട്. ഈ സിനിമയുടെ കഥ മമ്മൂട്ടി നൽകിയ ഒരു സ്പാർക്കിൽ നിന്നാണ് ഉണ്ടായതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? സത്യമാണത്. കഥയാലോചിച്ച് തലപുകച്ചിരുന്ന ലോഹിതദാസിന് മമ്മൂട്ടിയാണ് കമലദളത്തിന്റെ സ്പാർക്ക് നൽകുന്നത്. ആ സംഭവം ഇങ്ങനെയാണ്. മോഹൻലാലിന്റെ നിർമ്മാണ കമ്പനിയായ പ്രണവത്തിന് വേണ്ടി ഹിസ് ഹൈനസ് അബ്ദുള്ളയും ഭരതവും ചെയ്തു കഴിഞ്ഞ സമയം അടുത്ത പ്രൊജക്റ്റും ചെയ്യുന്നത് സിബി മലയിൽ ലോഹിതദാസ് ടീം തന്നെയാണ്. എന്നാൽ കഥ ഒന്നുമായിട്ടില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം മമ്മൂട്ടിയുമായി ലോഹി ഫോണിൽ സംസാരിക്കുമ്പോൾ പ്രണവത്തിന്റെ പുതിയ സിനിമയുടെ കഥ എന്തായി എന്ന് മമ്മൂട്ടി ചോദിക്കുന്നു. അബ്ദുള്ളയിൽ ഹിന്ദുസ്ഥാനിയും കർണാടിക് സംഗീതവും പരീക്ഷിച്ചു. ഭരതത്തിൽ ശുദ്ധ കർണാടക സംഗീതമായിരുന്നു പശ്ചാത്തലം. അടുത്തത് ഏത് പിടിക്കുമെന്നാണ് ആലോചിക്കുന്നത് എന്ന് ലോഹിതദാസ് മമ്മൂട്ടിയോട് പറഞ്ഞു. അടുത്തത് കഥകളി പിടിക്കുക എന്ന് അലക്ഷ്യമായി മമ്മൂട്ടി മറുപടി നൽകി. മമ്മൂട്ടിയുടെ കഥകളി പിടിക്ക് എന്ന അലസവാചകം പക്ഷേ ലോഹിതദാസിൽ പെട്ടെന്നുണർത്തിയത് കലാമണ്ഡലത്തിന്റെ സ്മരണകളായിരുന്നു. അത് ആ പശ്ചാത്തലത്തിലുള്ള കമലദളത്തിന്റെ കഥയിലേക്കുള്ള ആദ്യ സ്പാർക്കുമായി. ശേഷമുണ്ടായത് ചരിത്രം എന്ന് തന്നെ പറയാം. മലയാള സിനിമാ ചരിത്രത്തിൽ ഒരു നടൻ ഏറ്റെടുത്ത ഏറ്റവും വലിയ വെല്ലുവിളി അല്ലെങ്കിൽ ഏറ്റവും ധീരമായ ചുവടുവയ്പ്പുകളിലൊന്ന് ചോദിച്ചാൽ അതിനുത്തരം കമലദളത്തിലെ നന്ദഗോപനെ അവതരിപ്പിച്ച മോഹൻലാലാണെന്ന് നിസ്സംശയം പറയാം. ശാസ്ത്രീയ നൃത്തത്തിന്റെ ബാലപാഠങ്ങളൊന്നും തന്നെ അറിയാത്ത ഒരു നർത്തകന്റെ ശരീരലക്ഷണങ്ങളൊന്നുമില്ലാത്ത മോഹൻലാലാണ് കമലദളത്തിൽ നൃത്താധ്യാപകന്റെ വേഷത്തിൽ മികവാർന്ന പകർന്നാട്ടം നടത്തി പ്രേക്ഷകരെ അതിശയിപ്പിച്ചത്. മോഹൻലാലിന്റെ ആ ആത്മസമർപ്പണത്തിന്, ആ ധീരതയ്ക്ക് ഇന്നേക്ക് 33 വയസ്സ്. സിബി മലയിൽ ലോഹിതദാസ് മോഹൻലാൽ കൂട്ടുകെട്ടിന്റെ മനോഹരമായ കമലദളം വിരിഞ്ഞിട്ട് മാർച്ച് 27-ന് ഇന്നേക്ക് 33 വർഷങ്ങൾ. പ്രണവം ആർട്സിന്റെ ബാനറിൽ സിബി മലയിൽ ലോഹിതദാസ് മോഹൻലാൽ ടീം തുടർച്ചയായി ഒന്നിച്ച മൂന്നാമത്തെ സിനിമയാണ് കമലദളം. സംഗീതത്തിനും കലാമൂല്യത്തിനും പ്രാധാന്യം കൊടുത്ത് നിർമ്മിച്ച ഹിസ് ഹൈനസ് അബ്ദുള്ളയും ഭരതവും അക്കാദമിക് പുരസ്കാരങ്ങളും പ്രേക്ഷക പ്രീതിയും ബോക്സ് ഓഫീസിൽ വൻ വിജയവും ഒരുപോലെ നേടിയിരുന്നു. ആ സിനിമകളുടെ തുടർച്ചയായി വന്ന, അതും മോഹൻലാൽ നർത്തകന്റെ വേഷത്തിൽ വന്ന കമലദളത്തിന് വാനോളമായിരുന്നു പ്രതീക്ഷ. പ്രേക്ഷകരുടെ ആ പ്രതീക്ഷകളെയൊക്കെ പൂർണ്ണമായ രീതിയിൽ നിറവേറ്റാനും അന്നുവരെ കാണാത്ത മോഹൻലാലിന്റെ അഭിനയ ചാരുത അവർക്കായി സമ്മാനിക്കാനും സിബി മലയിൽ ലോഹിതദാസ് കൂട്ടുകെട്ടിന് സാധിച്ചു. നൃത്തം അഭ്യസിച്ചിട്ടില്ലാത്ത മോഹൻലാൽ വിസ്മയകരമായ മികവോടെയാണ് നന്ദഗോപൻ എന്ന നർത്തകനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ക്ലീൻ ഷേവ് ചെയ്ത മുഖത്തോടെ അല്പം സ്ത്രൈണതയോടെ അവതരിക്കപ്പെടാറുള്ള നർത്തക കഥാപാത്രങ്ങളെ മോഹൻലാൽ അവതരിപ്പിച്ചിരിക്കുന്നത് അലസമായ താടിയും മുടിയും നീട്ടി വളർത്തിക്കൊണ്ടാണ്. നന്ദഗോപന്റെ നൃത്തരംഗങ്ങളിൽ മോഹൻലാൽ എങ്ങാനും ചെറുതായൊന്ന് പാളിപ്പോയിരുന്നുവെങ്കിൽ എത്ര നല്ല രീതിയിൽ തന്നെ സംവിധായകൻ കഥ അവതരിപ്പിച്ചാലും കമലദളവും മോഹൻലാലും പരിഹാസ ശരങ്ങളും പരാജയവും ഒരുപോലെ ഏറ്റുവാങ്ങുമായിരുന്നു. തീർച്ച. എങ്ങനെയായിരിക്കും ഈ കഥാപാത്രത്തെ ഇത്ര തന്മയത്വത്തോടെ അവതരിപ്പിക്കാൻ മോഹൻലാലിന് സാധിച്ചത്? എല്ലാം അങ്ങ് സംഭവിച്ചു പോകുന്നതാണ് എന്നതായിരിക്കും ഇതേപ്പറ്റി അദ്ദേഹത്തോട് ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരം. മോഹൻലാലിനെ വിശ്വസിച്ച് നന്ദഗോപൻ എന്ന കഥാപാത്രത്തെ നൽകി അദ്ദേഹത്തിൽ നിന്നും പരമാവധി മികച്ച പ്രകടനം പുറത്തെടുത്ത സംവിധായകൻ സിബി മലയിൽ പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നു. കമലദളം പേര് പോലെ തന്നെ ഒരു കൂട്ടം മികച്ച കലാകാരന്മാരാകുന്ന ദളങ്ങൾ കൊണ്ട് നിറഞ്ഞ മനോഹരമായ ഒരു കമലം. ആ അഴകുള്ള കമലങ്ങളെ പ്രേക്ഷകർ നെഞ്ചോട് ചേർത്ത് വെച്ചു. കേരള കലാമണ്ഡലത്തിന്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിച്ച കമലദളം പ്രേക്ഷകർക്കൊരു പുതുമ തന്നെയായിരുന്നു. അനിയത്തിക്കുട്ടിയെ പോലെ ആദ്യം കണ്ട, പിന്നീട് ജീവിതസഖിയായി മാറിയ ഒരു നർത്തകിയുടെ എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞ സുമയിലൂടെ നന്ദഗോപൻ എന്ന കലാകാരൻ തന്റെ സ്വപ്ന സാക്ഷാത്കാരമായ സീതാരാമായണം എന്ന സംഗീത നൃത്ത നാടകം അരങ്ങിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നതും വളരെ നിസ്സാര കാര്യത്തിന്റെ പേരിൽ സുമ ജീവിതം അവസാനിപ്പിച്ചതോടുകൂടി വിഷാദത്തിന്റെ പടുകുഴിയിലേക്ക് നന്ദഗോപൻ വീഴുന്നതും അതേ തുടർന്ന് കഞ്ചാവിന്റെയും മദ്യത്തിന്റെയും ലഹരിയിൽ അഭയം തേടി ജീവിതം സ്വയം എരിച്ചു തീർക്കുന്നതും ആദ്യം വെറുപ്പോടെ കണ്ട മാളവിക നന്ദഗോപന്റെ ശിഷ്യയാകുന്നതും സുമയുടെ മരണത്തോടുകൂടി പാതിവഴിയിൽ നിലച്ച നന്ദഗോപന്റെ സീതാരാമായണത്തിനായി മാളവിക തയ്യാറെടുക്കുന്നതും തന്റെ ജീവിതാഭിലാഷം സഫലീകരിക്കുന്ന അവസാന നിമിഷങ്ങളിൽ വിഷമകത്ത് ചെന്ന് നന്ദഗോപൻ ജീവന് വേണ്ടി പിടയുന്നതും ജീവിതവും സംഗീതശില്പവും മംഗളം പാടി അവസാനിപ്പിക്കുന്നതും ഒക്കെ അതീവ ഹൃദയസ്പർശിയായിട്ടാണ് സിബി മലയിലും ലോഹിതദാസും കൂടി അവതരിപ്പിച്ചിരിക്കുന്നത്. വളരെ നിസ്സാര കാര്യത്തിന് ജീവിതം ഹോമിക്കുന്നതും ഗുരുശിഷ്യ ബന്ധത്തിലെ പവിത്രതയെക്കുറിച്ചുമൊക്കെ മനോഹരമായി തന്നെ കമലദളത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. കമലദളം എന്ന സിനിമയെപ്പറ്റി കേൾക്കുമ്പോൾ ഭൂരിഭാഗം പേരുടെയും മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന രംഗം നന്ദഗോപൻ മാളവികയോട് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ട് കൂത്തമ്പലത്തിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് നാട്യശാസ്ത്രത്തെപ്പറ്റി വിശദമായി പറഞ്ഞു കൊടുക്കുന്നതും അതേ തുടർന്നുള്ള നന്ദഗോപന്റെ ആനന്ദ നടനം ക്ലാസിക് നൃത്ത ഗാന രംഗവുമായിരിക്കും.
തിയേറ്ററിൽ കയ്യടികൾ ഉണ്ടാക്കിയ രംഗമാണത്. ശരിക്കും ഒരു ആക്ഷൻ സിനിമയിലെ അടിപൊളി മാസ് രംഗത്തിന് തിയേറ്ററിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ആവേശവും ആർപ്പുവിളികളും കമലദളത്തിലെ ആ ക്ലാസിക് നൃത്ത ഗാനരംഗത്തിന് സൃഷ്ടിക്കാൻ സാധിച്ചു. നാട്യശാസ്ത്രത്തെ പറ്റിയുള്ള വിശദീകരണം കഴിഞ്ഞ് ആനന്ദ നടനം ഗാനരംഗം തുടങ്ങുമ്പോൾ പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരുന്നു തിയേറ്ററിൽ. കമലദളത്തിന് കൂടുതൽ മിഴിവേകിയ ഘടകങ്ങളിലൊന്ന് കൈതപ്രം രവീന്ദ്രൻ ടീമിന്റെ അതിമനോഹരമായ ഗാനങ്ങളാണ്. സായന്തനം, പ്രേമോദ്ധാരനായി, ആനന്ദ നടനം തുടങ്ങിയവ അക്കാലത്ത് വൻ ജനപ്രീതി നേടിയ ഗാനങ്ങളാണ്. ആനന്ദ നടനം ഗാനത്തിലെ അനുപല്ലവിയിൽ വരുന്ന രാസകേളി നികുഞ്ചങ്ങളിൽ എന്ന ഭാഗത്തിന് യേശുദാസിന്റെ ആലാപനത്തിന് വല്ലാത്തൊരു വശ്യതയാണ്. മോനിഷ, പാർവതി, മുരളി, വിനീത്, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, നെടുമുടി വേണു, ശാന്താദേവി, മാമുക്കോയ തുടങ്ങിയ നടീനടന്മാരും നല്ല പ്രകടനം കാഴ്ചവെച്ചു. സിബി, ലോഹി, ലാൽ കൂട്ടുകെട്ടിൽ പിറന്ന 7 സിനിമകളും കലാമൂല്യമുള്ള മികച്ച സിനിമകളായിരുന്നു. പുതുതലമുറ പോലും ചർച്ച ചെയ്യപ്പെടുന്ന സിനിമകൾ. ലോഹിതദാസ് കൂട്ടുകെട്ടിൽ ഇനിയൊരു സിനിമ സാധ്യമല്ലെങ്കിലും സിബി ലാൽ കൂട്ടുകെട്ടിൽ സിനിമകൾ ഇനിയും സാധ്യമാണ്. പ്രതീക്ഷയോടെ കാത്തിരിക്കാം നമുക്ക് സിബി ലാൽ ടീമിന്റെ മികച്ച ആ സിനിമകൾക്കായി.